ചരിത്രത്തിന്റെ താളുകളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇതിഹാസം. ദേശാതിർത്തികൾക്കപ്പുറം ഒരു സമൂഹത്തിന്റെ ജീവിതഗതി നിർണയിച്ച 9 പതിറ്റാണ്ടുകൾ. ആ പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ കാമ്പും കാതലും. ആഗോള മുസ്ലിം വർത്തമാനത്തിൽ കാലമെഴുതിയ കവിതയുടെ പേരാണ് കാന്തപുരം. ആ ചരിതം ഇവിടെ ഇതൾ വിരിയുന്നു. കാരുണ്യത്തിന്റെ കരസ്പർശമായി, കാലത്തിന്റെ കാവലാളായി, കാന്തപുരത്തിന്റെ കരുത്താർന്ന ചേതന. കൈരളിയെ കനകത്തേരിലേറ്റി ജൈത്രയാത്ര തുടരുന്നു ഷേഖുന കാന്തപുരം. സാംസ്കാരിക കേരളത്തിന്റെ ഹൃദയതാളം പോലെ ഈ മഹൽ തേജസ്. മഹാനായ ഷേഖുന സുൽത്താനുൽ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ ആത്മകഥ അടുത്ത് പുറത്തിറങ്ങുകയാണ്. അത് എല്ലാവരും വായിക്കണം. അത് വായിച്ചാൽ ഏകദേശം മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദിൻ്റെ ആ കുറേ കഥകളും അക്കാലത്തെ ചരിത്രങ്ങൾ, അക്കാലത്തെ പശ്ചാത്തലങ്ങൾ, അക്കാലത്തൊക്കെ നമുക്കിങ്ങനെ അയവിറക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദിൻ്റെ ആത്മചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. കോഴിക്കോട് ജില്ലയിലെ കാന്തപുരം എന്നൊരു കുഗ്രാമത്തിൽ ഏറ്റവും ചെറിയ ചെറ്റക്കുടിലിൽ പരമദരിദ്രനായി ഒന്നുമല്ലാതെയല്ലേ ആരുടെ ജന്മം? മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദിൻ്റെ ജന്മം. മാഷാ അല്ലാഹ്, ഇന്ന് ലോകതലത്തിൽ സർവരാലും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന് ഉസ്താദിൻ്റെ കാലത്ത് ജനിച്ച എത്ര രാജാക്കന്മാരുണ്ടായിനി, ഇവിടെ എത്ര വലിയ പ്രൗഢികളുണ്ടായിനി, പ്രതാപികളുണ്ടായിനി, എത്ര വലിയ ഓരൊക്കെ ഇവിടെ കിടക്കുന്നു. ആര് ഉസ്താദ് ഈ സ്ഥാനത്തെത്തി? എന്തുകൊണ്ടേ എത്തിയത്? ഇൽമു കൊണ്ടും അദബ് കൊണ്ടും ആ ഉസ്താദ് എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഉസ്താദിൻ്റെ ആത്മകഥ വായിക്കണം എന്ന് പറയണത്. അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം എന്ന് പറയണത്. ഉസ്താദ് ഞാനുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂടുതൽ ആത്മബന്ധമാണ്. കാരണം കേരളത്തെയും ഇന്ത്യയെയും പ്രതിനിധീകരിച്ച് ലോകത്തെമ്പാടും പോയി മൊറോക്കോയിലെ ഹസൻ രാജാവിനെ കാണാനും, അതുപോലെ ജോർദാനിലെ അബ്ദുല്ല രാജാവിനെ കാണാനും, സൗദി അറേബ്യയിലെ ഭരണാധികാരികളെ കാണാനും, ഗൾഫിലെ ഭരണാധികാരികളെ കാണാനും ഒരേ ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ബഹുമാനപ്പെട്ട ഉസ്താദാണ്. അദ്ദേഹം പോയി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് നല്ല ഷർട്ട് മേടിക്കാനും നല്ല കന്തൂറ മേടിക്കാനും കാശ് തരണമെന്നല്ല. അദ്ദേഹം സംസാരിക്കാറ് ഇന്ത്യക്കാർക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിൻ്റെ നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി, എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കാറ്. അത് അനുഭവസ്ഥനാണ് ഞാൻ. കോഴിക്കോട് താമരശ്ശേരി ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കാന്തപുരം എന്ന കുഗ്രാമത്തിൽ ജനിച്ച ആലുങ്ങാപ്പൊയിൽ അബൂബക്കർ മുസ്ലിയാർ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. AP എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഖമറുലുലമ AP ഉസ്താദ് കാന്തപുരം എന്ന കുഗ്രാമത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുകയായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഉസ്താദിന്റെ വിശ്വാസപൂർവമെന്ന ആത്മകഥയും ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ഇതിന്റെ ഓരോ പേജും ഓരോ വരികളും വിലപ്പെട്ടതാണ്. അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ ചരിത്രത്തിൽ പങ്കാളിയാവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.